ഹായ് ഓൾ, ഹൗ ആർ യു? ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേരാത്തൊരു ഹെയർ ബാൻഡ് വെച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഞാനൊരു ബേബി ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫേസിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് ഫേസിലും നെക്കിലും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു ബ്ലെൻഡറോ കയ്യോ യൂസ് ചെയ്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. ആഹാ മുടുക്കനായി. ഇനി ഐബ്രോ ഫിൽ ചെയ്യാൻ എനിക്ക് അത്ര വശമൊന്നുമില്ല, എങ്കിലും ഞാൻ അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഐ ഷാഡോ ആണ്. നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന ഒരു കളർ നോക്കി ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് മേക്കപ്പിൽ അത്ര ഐഡിയ ഒന്നുമില്ല, എങ്കിലും ഇന്ന് ക്രിസ്മസ് അല്ലേ, ഇന്നൊക്കെ മേക്കപ്പ് ചെയ്തില്ല പിന്നെ എന്താ ചെയ്യുക. അങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണേ. ഇനി കാജൽ. ഞാൻ അങ്ങനെ കണ്ണെഴുതുന്നതിൻ്റെ ഒരു ഫാനൊന്നുമല്ല, പക്ഷെ ഇന്ന് ഞാൻ അങ്ങ് എഴുതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് മസ്കാര ആദ്യം ഓപ്പൺ ആയി കിട്ടിയില്ല, പിന്നെ ഞാനൊന്ന് ബലം പിടിച്ച് അതങ്ങ് ഓപ്പൺ ചെയ്തേ. ഇനി രണ്ട് കണ്ണിലും ലാഷസിൽ മുകളിലും താഴെയായിട്ട് ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുക. ഇനി എല്ലാവരുടെയും ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ. മേബിലിൻ്റെ ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഈ ലിപ്സ്റ്റിക് അങ്ങ് അപ്ലൈ ചെയ്യുകയാണേ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് കേട്ടോ. രസമില്ലേ? അടുത്തത് ബ്ലഷ്. ലിപ്സ്റ്റിക് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ബ്ലഷ്. ബ്ലഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചതല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ് ഇത്. 2 ഫിംഗേഴ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്ലഷ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേ ബ്ലഷ് എടുത്ത് കുറച്ച് നോസിലും ചിന്നിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു കമ്മലും കൂടി ഇട്ടിട്ട് ഈ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയാണേ. എനിക്ക് കുറച്ച് സെൽഫ് ലവ് പ്രഹസനങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.